നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ചമഞ്ഞ് ആൾമാറാട്ടം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ചമഞ്ഞെത്തി യുവതി പിടിയിലായിരിക്കുകയാണ്. വേഷം മാറി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് പിടിയിലായത്. ഈ ഡോക്ടറാണ് എന്ന് പറയുന്നു. ചില സംശയങ്ങൾ സെക്യൂരിറ്റി ജീവനക്കാർക്കടക്കം തോന്നുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഡോക്ടർ ചമഞ്ഞെത്തിയതാണ് യുവതിയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരാണ് യുവതിയെ പിടികൂടിയത്. ഇവ എന്ന പേരാണ് യുവതി ആദ്യം പറഞ്ഞത്. താൻ പെരുന്ന സ്വദേശിയാണ്, ഇപ്പോൾ പേരൂർക്കടയിൽ താമസമാണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇവർ നൽകിയത്. യുവതിയെ പിടികൂടിയ സുരക്ഷാ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഈ യുവതി കടന്നുകൂടിയത്. ശേഷം സീനിയർ റെസിഡന്റായ ന്യൂറോ സർജൻ ആണെന്ന് സെക്യൂരിറ്റിയോട് പറയുകയായിരുന്നു. ഇവരുടെ പെരുമാറ്റത്തിൽ ആകെ മൊത്തം ഒരു ദുരൂഹതയുണ്ട്, ഒരു സംശയം സെക്യൂരിറ്റിക്ക് തോന്നുന്നു. വിവരം അധികൃതരെ സെക്യൂരിറ്റി അറിയിച്ചു. ഈ പേരിൽ ഡോക്ടർ ഇല്ല, ഇവ എന്ന പേരിൽ ഇവിടെ ഒരു ഡോക്ടർ ഇല്ല എന്ന അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. തുടർന്ന് ഈ സ്ത്രീയെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. പക്ഷേ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുന്നു. വിശദമായ പരിശോധനയിൽ ഇവർ ലിഫ്റ്റിൽ കയറി 5ാം നിലയിലെത്തിയ ശേഷം പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് വന്നു. മാത്രമല്ല താഴത്തെ ക്യാൻറ്റീൻ, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന കണ്ടെത്തലുണ്ടായി. അതിനുശേഷം പുറത്തുപോയി എന്നാണ് കണ്ടെത്തിയത്. തുടർന്ന് 11:30 വേഷം മാറി മറ്റൊരു സാരിയിൽ ഇവർ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്നും പുറത്തിറങ്ങി ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നാലെ വനിതാ സെക്യൂരിറ്റി ജീവനക്കാർ ഇവരെ തടയുകയും പിടികൂടുകയും മെഡിക്കൽ കോളേജ് പോലീസിൽ ഇവരെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്തിന് ഇവർ ഇങ്ങനെ ചെയ്തു എന്നത് അറിയില്ല. അത് വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പേര് മാറി ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. സെക്യൂരിറ്റി ഓഫീസറുടെ പരാതിയിൽ പോലീസ് എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. യുവതിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് വിവരം. എന്തായാലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഈ പെൺകുട്ടി പോലീസിനോട് പറയുകയാണ്. വിശദമായ ചോദ്യം ചെയ്യൽ, എന്തായിരുന്നു ലക്ഷ്യം, എന്തിനിങ്ങനെ ആൾമാറാട്ടം നടത്തി, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിന് മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് പ്രവേശിച്ചു, സൂപ്പർ സ്പെഷ്യാലിറ്റി ഏരിയയുടെ അടുത്തേക്കൊക്കെ പോയി എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. അതിനൊക്കെ ഒരു ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് നിർണായകമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. വേഷം മാറി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർ യുവതിയെ പിടികൂടിയത്. സെക്യൂരിറ്റി ഓഫീസറുടെ പരാതിയിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം സംസ്ഥാനത്ത് ഇത്തരത്തിൽ വ്യാജ ഡോക്ടർമാർ ചമഞ്ഞ് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം വന്ന ഒരു റിപ്പോർട്ട്, സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ പിടിയിലായത് 35ഓളം വ്യാജ ഡോക്ടർമാരാണ്. കീ ഹോൾ സർജറിയും ഓപ്പൺ സർജറിയും നടത്തിയവരും 7 വർഷത്തിലേറെ ഗൈനക്കോളജിസ്റ്റായി ജോലി ചെയ്തവരും ഈ തട്ടിപ്പ് നടത്തിയ ഡോക്ടർമാരുടെ കൂട്ടത്തിലുണ്ട്. സ്വന്തം ക്ലിനിക്കിൽ നിന്ന് പിടിയിലായവർ വേറെയുണ്ട്. അതായത് സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തുന്നു, അത്തരത്തിൽ ഡോക്ടർ എന്ന വ്യാജനെ സ്വന്തമായി ക്ലിനിക് നടത്തിയവരും ഒരുപാട് പേരുണ്ട്. സംസ്ഥാന മെഡിക്കൽ കൗൺസിലും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലുമാണ് ഈ വിവരങ്ങളുള്ളത്. 2020 ജനുവരി മുതൽ 2025 ജൂൺ വരെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്തവരുടെ, അതായത് ഈ ഒരു മേഖലകളിൽ വരെ ഇത്തരത്തിൽ വ്യാജ ഡോക്ടർമാർ ചമഞ്ഞിവർ ജോലി ചെയ്തിരുന്നു എന്നതാണ് നടക്കുന്ന വിവരം. മോഡേൺ മെഡിസിൻ, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, ഹോമിയോപ്പതിക് മെഡിസിൻ വ്യാജ സർട്ടിഫിക്കറ്റുകളുമായാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചതെന്ന് രേഖകളിൽ നിന്ന് വ്യക്തം. ചികിത്സ ഫലിക്കാതെ സംശയം തോന്നി രോഗികൾ പരാതിപ്പെട്ടു. ഇതോടെയാണ് പല വ്യാജ ഡോക്ടർമാരും പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നോക്കൂ, ഒരു രോഗിയുടെ ജീവൻ വെച്ചിട്ട് എന്ത് കള്ളത്തരം ചെയ്തും പണം ഉണ്ടാക്കണം എന്ന ചിന്ത, മറിച്ച് തൻ്റെ മുന്നിൽ ഇരിക്കുന്നത് വേറെ ഏത് ജോലിക്ക് വേണമെങ്കിലും കള്ളത്തരം കാണിച്ചാൽ ഡോക്ടർ എന്ന വ്യാജേനെ കള്ളത്തരം കാണിക്കുന്നത്, ഒരു വ്യക്തിയുടെ ജീവൻ വെച്ച് കളിക്കുന്നത്, അത് എത്രമാത്രം അപകടകരമായ കാര്യമാണ്, എത്രമാത്രം നീതിയില്ലാത്ത കാര്യമാണ്. അങ്ങനെ എത്രയോ വ്യാജ ഡോക്ടർമാർ പിടിക്കപ്പെട്ടിരിക്കുന്നു. 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയും മാത്രമാണ് ചിലരുടെ യോഗ്യത. വിദേശത്ത് മെഡിസിൻ കോഴ്സിന് ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാതെ പ്രാക്ടീസ് തുടങ്ങിയ വ്യക്തികളുമുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ചയാളും കുടുങ്ങിയതും ഈ നാട്ടിൽ തന്നെയാണ്. കീ ഹോൾ സർജറിയും ഓപ്പൺ സർജറിയും പരാജയപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലൊരു കീഴടങ്ങലുണ്ടായത്, അല്ലെങ്കിൽ കുടുങ്ങുന്ന അവസ്ഥയുണ്ടായത്. ഒരു താലൂക്ക് ആശുപത്രിയിൽ തുടർച്ചയായി 7 വർഷം ഗൈനക്കോളജിസ്റ്റ് ആയിരുന്ന ലേഡി ഡോക്ടറെ ഒരു കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് പിടികൂടിയത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് അതൊരു വ്യാജ ഡോക്ടറാണെന്ന് മനസ്സിലായത്.
MBBS ബിരുദമുണ്ടായിരുന്ന ഇവർ ജോലിയിൽ കയറിയ ശേഷം DGO വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഗൈനക്കോളജിസ്റ്റായി നിയമനം നേടിയത്. മാത്രമല്ല ഹോമിയോപ്പതിയിൽ 2 വ്യാജ ഡോക്ടർമാരാണ് പിടിയിലായത്. ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഓരോ മേഖലകളിലും കള്ളത്തരം കാണിക്കുന്നവരുണ്ട്, വ്യാജരായിട്ട് ഈ ഒരു പൊസിഷൻ ചമയുന്നവരുണ്ട്. പക്ഷെ ഡോക്ടറായിട്ട് വ്യാജന്മാർ വിലസുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു കള്ളത്തരം നടക്കുമ്പോൾ അത് മുന്നിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവൻ വെച്ചുള്ള മരണക്കളിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വ്യാജ ഡോക്ടർമാർക്കൊക്കെ ഒരു പൂട്ടിടേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി നമുക്ക് മധ്യപ്രദേശിലേക്ക് പോകാം. ഇടയ്ക്കുണ്ടായ ഒരു സംഭവമാണ്, അതുകൂടി നമുക്ക് ഒന്ന് നോക്കാം. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയായ ഹമീദിയ ഹോസ്പിറ്റലിൽ രോഗികളുടെ ബന്ധുക്കളെ കബളിപ്പിച്ച് പണം തട്ടിയ ആൾ പിടിയിലായി. ഡോക്ടർ എന്ന വ്യാജേനയായിരുന്നു രോഗികളുടെ വിവരങ്ങൾ ചോർത്തി പണം തട്ടിയത്. ജിതേന്ദ്ര ഗാഗ്രെ എന്ന വ്യക്തിയാണ് അറസ്റ്റിലായത്. ഇൻഡോറിൽ വെച്ച് ഇയാൾ പിടിയിലായി. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ കുടുംബങ്ങളെയായിരുന്നു ഇയാൾ പ്രധാനമായും തട്ടിപ്പിനായി ലക്ഷ്യം വെച്ചിരുന്നത്. ആശുപത്രിയിൽ തന്നെ ചില ജീവനക്കാരുടെ സഹായത്തോടെയാണ് ഇയാൾ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. രോഗികളുടെ വിവരങ്ങൾ, വാർഡ് നമ്പർ, ചികിത്സാ പുരോഗതി, ബന്ധുക്കളുടെ ഫോൺ നമ്പർ എന്നിവ പ്രതിക്ക് ചോർത്തി നൽകുന്നത് ഈ ആശുപത്രിയിലെ തന്നെ ജീവനക്കാരായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പകരമായി തട്ടിക്കിട്ടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ കിട്ടുന്ന തുക ഈ ജീവനക്കാർക്ക് 20% കമ്മീഷനായിട്ട് നൽകിയിരുന്നു. ഗൈനക്കോളജി, പീഡിയാട്രിക്സ് വിഭാഗങ്ങളിലെ രോഗികളുടെ വിവരങ്ങളാണ് ഇത്തരത്തിൽ കൂടുതലും കൈമാറിയിരുന്നത്. രോഗിയുടെ നില അതീവ ഗുരുതരമാണെന്നും ഉടൻ പരിശോധനകൾ നടത്തണമെന്ന് വിശ്വസിപ്പിച്ച് പ്രതി ബന്ധുക്കളെ ഫോണിൽ വിളിക്കും. എന്നിട്ട് നേരിട്ട് ആശുപത്രിയിലെത്തി ബന്ധുക്കളെ കണ്ടും ഇയാൾ വിശ്വാസം നേടിയെടുത്തു. പരിശോധനകൾ വേഗത്തിലാക്കാൻ പണം ആവശ്യപ്പെട്ടു. തുടർന്ന് ഒരു QR കോഡ് അയച്ചു നൽകും. പരിഭ്രാന്തരായ ബന്ധുക്കൾ പണം അയച്ചു കഴിഞ്ഞാൽ ഉടൻ ഇയാൾ ഫോൺ ബ്ലോക്ക് ചെയ്യും. ഇത്തരത്തിൽ കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കും ഗർഭിണികളുടെ ചികിത്സയ്ക്കുമായി പണം നൽകി ലക്ഷങ്ങളാണ് പലർക്ക് നഷ്ടമായത്. 3 പരാതികൾ ഉണ്ടായി. ഈ 3 പരാതികളിൽ നിന്നായി മാത്രം 30,000-ലേറെ രൂപ നഷ്ടപ്പെട്ടു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് പോലീസ്. പക്ഷേ പരാതി നൽകാത്ത വേറെയും ആൾക്കാരുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 7ഓളം ആശുപത്രി ജീവനക്കാർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ആരും ചികിത്സയ്ക്കായി QR കോഡ് വഴി പണം ചോദിക്കില്ലെന്നും ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അറിയിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ പലപ്പോഴും മനുഷ്യ സഹജമാണ് രോഗങ്ങൾ. നമ്മൾ രോഗത്തിന് വേണ്ടി ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. നമുക്ക് മുന്നിലിരിക്കുന്ന ഡോക്ടർമാർ അവർ വ്യാജമാണോ അതോ യഥാർത്ഥ ഡോക്ടർമാരാണോ എന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. ഈ ഡോക്ടർ മേഖലയിൽ പോലും ഇത്തരത്തിൽ വ്യാജത്തരം കാണിക്കുമ്പോൾ, ഇത്രയും കള്ളത്തരം കാണിക്കുമ്പോൾ യാതൊരു മനസാക്ഷിയുമില്ലാതെ ഒരു മുന്നിൽ വന്നിരിക്കുന്ന ജീവനെ വലിയ രീതിയിൽ യാതൊരു വിലയും കൽപ്പിക്കാതെ കള്ളത്തരം കാണിച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി വ്യാജ ഡോക്ടർമാർ ചമയുന്ന ഈ നാളുകളുള്ള ഈ കാലത്ത് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവന്റെ ഗ്യാരണ്ടി നമ്മുടെ കയ്യിൽ മാത്രം ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള വ്യാജന്മാരെയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.